ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം നമുക്കങ്ങനെ ഒരുപാട് കണ്ട് പരിചയമില്ലാത്ത ഒരു വാഹനമാണ്. കാരണം ഇത് വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു വിയറ്റ്നാം ബേസ്ഡ് കാർ കമ്പനിയുടെ വാഹനം അവർ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്ത സമയത്ത് കുറേ പേര് പറഞ്ഞിരുന്നു ഇത് ഏതോ ഒരു ചാനലിൽ മാരുതി EVX അല്ലെങ്കിൽ മാരുതിയുടെ EVയുടെ ടെസ്റ്റിംഗ് മോഡലാണെന്ന് പറഞ്ഞു എന്ന്. ഇതല്ല, ഇത് നമ്മുടെ വിൻഫാസ്റ്റിൻ്റെ വാഹനം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം സുസുക്കിയുടെ ഇന്ത്യയിലെ ക്യാമഫ്ലാഷ് എന്ന് പറയുന്നത് ഫുൾ ബ്ലാക്ക് കളറായിരിക്കും. ആ വണ്ടി എപ്പോൾ എവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് നിങ്ങൾ നെറ്റിലടിച്ച് നോക്കിയാലും എല്ലാം ബ്ലാക്ക് കളറിൽ കിട്ടുള്ളൂ, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ കിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഈ വാഹനത്തിൻ്റെ അതിൻ്റെ ഡിസൈൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്, പ്രത്യേകിച്ച് ഫ്രണ്ടിലേക്കൊക്കെ വരുമ്പോൾ. ഇപ്പോൾ ഈ ടെസ്റ്റിംഗ് മോഡൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം അത്യാവശ്യം വലിപ്പമുള്ള ഒരു അബവ് 4 മീറ്റർ കോമ്പാക്ട് SUV ആണ്. 4.3 മീറ്റേഴ്സോളമാണ് ഈ വാഹനത്തിൻ്റെ സൈസ് വരുന്നത്. ആൻഡ് ഈ വിൻഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് മാനുഫാക്ചറാണ്, ഇലക്ട്രിക് കാറാണ് ഇവർ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഇതങ്ങനെ ഒരുപാട് പഴക്കമുള്ളൊരു കമ്പനിയൊന്നും അല്ല. ഇപ്പോൾ ചില കമ്പനികളൊക്കെ നമുക്കറിയാം ഭയങ്കര പേര് കേട്ട കമ്പനികളൊക്കെ ഉണ്ടാകും, വർഷങ്ങളോളം ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളത്. ഈ കമ്പനി പക്ഷേ കണ്ടുപിടിച്ചത് തന്നെ 2017 എന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം 7 വർഷത്തോളമായി എന്ന് നമുക്ക് പറയാം. പിന്നെ ഒരുപാട് മാർക്കറ്റുകളിലൊന്നും ഇവരുടെ വാഹനങ്ങൾ അവൈലബിൾ അല്ല. കൂടുതലും വിയറ്റ്നാമിലുണ്ട്, പിന്നെ USA-ലുണ്ട്, അതുപോലെ ഇനിയിപ്പോൾ ഇന്ത്യയിലാണ് വരാൻ പോകുന്നത്. അത് ഇവരുടെ വണ്ടികളല്ല, ഞാൻ പ്രൊഡക്ഷൻ ബേസ് ആണ് ഉദ്ദേശിച്ചത്. ഇവർക്ക് ആകെപ്പാട് ഇപ്പോൾ മെയിനായിട്ടുള്ള 2 പ്രൊഡക്ഷൻ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. അത് ഒന്ന് ഇവരുടെ ഹോം മാർക്കറ്റായ വിയറ്റ്നാമിലുണ്ട്, പിന്നെ USA-ലാണുള്ളത്. ആൻഡ് ഇനി ഇന്ത്യയിലാണ് ഇവരുടെ അടുത്ത ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവർ നമ്മുടെ തമിഴ്നാട്ടിൽ തൂത്തുക്കുടി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഏകദേശം 400 ഏക്കറോളം സ്ഥലം വരുന്ന ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ അകത്ത് ഇനി ഇവർ ലോക്കലി വാഹനങ്ങൾ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അതിൻ്റെ ഒരു ഇനീഷ്യൽ ഫേസ് 2024 ഫെബ്രുവരിയിലായിരുന്നു അവർ ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്ത്. ഇനിയിപ്പോൾ അവിടുത്തെ പ്രൊഡക്ഷൻ പ്ലാന്റും സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും 2025 പകുതിയാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും 2025 സെക്കൻഡ് ഹാഫ് ആയിരുന്നു പറഞ്ഞു, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2025 ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ ഒരു പ്രൊഡക്ഷൻ ബേസ് എല്ലാം തന്നെ സെറ്റായി കഴിയും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വണ്ടി വരുള്ളൂ എന്ന് ഇവർ പറയുന്നില്ല കേട്ടോ. നമുക്ക് അതിന് മുമ്പ് തന്നെ ഇവരുടെ CBU വാഹനങ്ങൾ ഇവിടെ കിട്ടിത്തുടങ്ങും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വിൻഫാസ്റ്റ് VF E34 എന്ന് പറയുന്ന വാഹനമാണ്. ഇത് ഇൻ്റർനാഷണലി ഇറങ്ങിയിട്ട് ഒരുപാട് കാലം ആയിട്ടില്ല, 2023 ഈ വണ്ടി ഇറങ്ങിയത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ വൈസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് വിയേർഡാണെന്ന് പറയേണ്ടി വരും. ഫ്രണ്ട് പ്രൊഫൈലിൽ നമ്മൾ ചില വണ്ടികൾക്ക് കണ്ട് പരിചിതമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ഇതിപ്പോൾ നിങ്ങൾ സ്പൈ ഷോട്ട്സ് ആണ് കാണുന്നത്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ശരിക്കുള്ള വണ്ടി കാണിച്ചു തരാം. ഈ സ്പൈ ഷോട്ട്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണലുള്ള സെയിം വണ്ടി തന്നെയാണ് അവരിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഫ്രണ്ട് പ്രൊഫൈലൊക്കെ എടുക്കുകയാണെങ്കിൽ സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോപ്പ് പോർഷനിൽ DRLs വരുന്നുണ്ട്, താഴത്താണ് മെയിൻ ഹെഡ് ലാംപ്സ് വരുന്നത്. ടയേഴ്സിനൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വണ്ടിയുടെ മൊത്തത്തിലുള്ള സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ക്രെറ്റ, സെൽട്ടോസ് ആ ഒരു സൈസിലാണ് വരുന്നത്. പക്ഷേ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ റൈവൽസ് നമ്മുടെ MGയുടെ ZS-EV, അതുപോലെ മഹീന്ദ്രയുടെ XUV400, പിന്നെ ഇനി വരാൻ പോകുന്ന ടാറ്റയുടെ കർവ് EV ഉണ്ട്. പിന്നെ ഇവരുടെ മറ്റേ സാധനം വരുന്നുണ്ട്, ക്രെറ്റയുടെ ഇലക്ട്രിക് വേർഷൻ ഹ്യുണ്ടായി കൊണ്ടിരുന്നുണ്ട്. അത് വരുമ്പോഴും ഒരു മേജർ ത്രെറ്റ് ആയിരിക്കും എന്ന് തന്നെ പറയാം ഈ വാഹനത്തിന്. പിന്നെ ഇവരിപ്പോൾ ഈ വാഹനം CBU ആയിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതായത് 2500 വണ്ടികൾ ഒരു വർഷം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ വോളിയം സെയിൽസിന് വേണ്ടി ഈ വാഹനം കൊണ്ടുവരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് ബ്രാൻഡ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണല്ലോ, അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവരുന്നു എന്ന് നമുക്ക് പറയാം. അത് ഈ വണ്ടി മാത്രമായിരിക്കില്ല, പക്ഷേ ഈ വണ്ടി ആയിരിക്കും ഇനീഷ്യലി ഇറക്കാൻ പോകുന്നത്. അതിനുശേഷം പിന്നെ ഇവരുടെ VF5 എന്ന് പറയുന്നൊരു വണ്ടിയുണ്ട്, ആ വാഹനവും ഇന്ത്യയിൽ ഇറക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ VF E34 ആയിരിക്കും ആദ്യം ഇറങ്ങാൻ കാരണം എന്ന് പറയുന്ന റീസൺ മറ്റൊന്നുമല്ല, ഈ വാഹനമാണ് ഇവർ ആദ്യമായിട്ട് ഇപ്പോൾ ക്യാമഫ്ലാജ് ഒക്കെ വെച്ച് ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. വേറെ VF5 അല്ലെങ്കിൽ VF3 അങ്ങനത്തെ വണ്ടികളിൽ ഒന്നും ടെസ്റ്റിംഗ് തുടങ്ങിയിട്ടില്ല. പിന്നെ VF3യുടെ കേസ് എന്താണെന്ന് വെച്ചാൽ അതും ഇവർ ഇറക്കിയിട്ട് ഒരുപാട് കാലമായിട്ടില്ലെങ്കിലും നമുക്ക് ഈ വാഹനം ഇന്ത്യയിൽ അവർ കഴിഞ്ഞ വർഷം പേറ്റൻറ്റ് ചെയ്തായിരുന്നു ഇതിൻ്റെ ഡിസൈനൊക്കെ. പക്ഷേ അതിൻ്റെ ടെസ്റ്റിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. സോ ഈ വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് ആദ്യം തുടങ്ങിയ സ്ഥിതിക്ക് ഇത് 2025 ഫസ്റ്റ് അല്ലെങ്കിൽ 2024 ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും CBU റൂട്ട് വഴി നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഈ വാഹനത്തിൻ്റെ ശരിക്കുള്ള ഡിസൈനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് ഇതിൻ്റെ റെൻഡേഴ്സ് അല്ല, നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്പൈഡ് പിക്സ് ആയിരുന്നു. ഇത് പക്ഷേ ഇൻ്റർനാഷണലി അവർ ഇന്തോനേഷ്യ അങ്ങനത്തെ മാർക്കറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ വണ്ടി. പിന്നെ ഇത് ഇവിടെ അവർ പ്രൊഡക്ഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ വണ്ടി എന്നല്ല, ഇന്ത്യയിൽ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടികൾക്ക് അവർക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കാനും പറ്റും. ഇഷ്ടംപോലെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആനുവൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇരിക്കുന്നത് 1.5 ലക്ഷം വാഹനങ്ങളിലായിരിക്കും. അത് അത്യാവശ്യം റെസ്പെക്റ്റബിൾ അല്ല, ആക്ച്വലി വളരെ നല്ലതാണ്. 1.5 ലക്ഷം വണ്ടികൾ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുക പറയുമ്പം ഒരു മാസം എങ്ങനെയായാലും 12,500 പ്രൊഡക്ഷൻ കപ്പാസിറ്റി കാണും. അത് മാക്സിമം ലിമിറ്റാണ്, അതിന് മുകളിലേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ അകത്ത് എത്രത്തോളം അവർ ഒക്കുപ്പൈ ചെയ്യും എന്നുള്ളതാണ് സംഭവം. പിന്നെ ഇത് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല, അവർക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കൂടിയാണ്. അതായത് ഇപ്പം ഞാൻ
ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ വേറെ പല സൗത്ത് ഏഷ്യൻ മാർക്കറ്റുകൾ, സൗത്ത് ആഫ്രിക്ക അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മുടെ ഇന്ത്യ പോലെ തന്നെ മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ്, ഈ ഏഷ്യൻ റീജിയനിലുള്ള മറ്റുള്ള കൺട്രീസിലും ഒക്കെയാണ് അവരിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു വാഹനം അങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യും. ഈ വാഹനം എന്നല്ല, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന വാഹനങ്ങൾ. അതിനുവേണ്ടി കൂടിയാണ് അവരിവിടെ പ്രൊഡക്ഷൻ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നത്. കാരണം ഇന്ത്യയിൽ നമുക്കറിയാം പ്രൊഡക്ഷൻ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി മാനുഫാക്ചറിങ്ങും അങ്ങനത്തെ സംഭവങ്ങളുടെയൊക്കെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ കൂടുതൽ കമ്പനികളും ഇന്ത്യയിലാണ് ഇപ്പം വണ്ടികൾ ഉണ്ടാക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. കമ്പനികൾ എന്ന് പറഞ്ഞാൽ വണ്ടികളുടെ കമ്പനികൾ മാത്രമല്ല, ഈവൻ മൊബൈൽ മാനുഫാക്ചറേഴ്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒക്കെ ഉണ്ടാക്കുന്നതും ഇവിടെ ഉണ്ടാക്കാൻ പല കമ്പനികളും ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനി ഇവരുടെ ആദ്യത്തെ വാഹനമായ VF E34 എന്ന് പറഞ്ഞ വാഹനത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ സൈസ് ആൻഡ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു. ബാക്കി സ്പെക്ക് എന്ന് പറയുമ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് 41.9 kWh ബാറ്ററി പാക്കാണ് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ക്ലെയിംഡ് റേഞ്ച് വരുന്ന ഏകദേശം 315 കിലോമീറ്റേഴ്സാണ്. NEDC ക്ലെയിംഡ് റേഞ്ചാണ്. ഈ 42 kWh സൈസുള്ള ബാറ്ററി പാക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 315 ക്ലെയിംഡ് റേഞ്ചെങ്കിൽ അതെന്തായാലും നമുക്ക് റിയൽ ലൈഫിൽ ഏകദേശം അത്രയും കിട്ടും. കാരണം നമ്മളിപ്പം ശരിക്കും നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വരുന്ന നമ്മുടെ നെക്സോണിൻ്റെ ലോങ് റേഞ്ച് മോഡലിൽ 40 kWh ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് ക്ലെയിംഡ് റേഞ്ച് വരുന്നത് നമുക്കറിയാം 450 കിലോമീറ്റേഴ്സിന് മുകളിലുണ്ട്. പക്ഷേ ശരിക്കും അത്രയും കിട്ടുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. 200 to 300 റേഞ്ചിലാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കേസിൽ 315 എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായാലും ഒരു 280-300 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ നമുക്ക് മര്യാദയ്ക്ക് ഓടിക്കാണ് കിട്ടുമായിരിക്കും. പിന്നെ 250 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ നോർമൽ ഡ്രൈവിങ്ങിലും കിട്ടുമായിരിക്കും. ഇതിൻ്റെ പവർ വരുന്ന 150 PS ആണ്. ആൻഡ് 0 to 100 എത്താനായിട്ട് ഈ വാഹനത്തിന് വേണ്ട സമയം 9 സെക്കൻഡ്സിനടുത്താണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫാസ്റ്റ് ആണെന്ന് പറയാം. നമുക്ക് ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന മിക്ക വാഹനങ്ങൾക്ക് ഇത്രയും ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ ZSEV 8.5 സെക്കൻഡ്സ്, XUV488 8.3 സെക്കൻഡ്സ്, നെക്സോൺ ഏകദേശം 9 സെക്കൻഡ്സ്. എല്ലാം EVs ആണ്, നെക്സോൺ EV. അപ്പോൾ ഈ വാഹനത്തിന് 9 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം റെസ്പെക്റ്റബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കുറച്ച് കുറവാണ്, 130 km/h ഉള്ളൂ. അക്കാര്യത്തിലൊക്കെ നമ്മുടെ നെക്സോണും ഈവൻ ZSEV ആണെങ്കിൽ പോലും ബെറ്റർ ആണ്. നെക്സോൺ EV 140 വരെ പോകും, ZSEV ആണെങ്കിൽ 175 വരെ പോകും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ 175 വരെ ഇപ്പം നമുക്ക് ഇവിടുത്തെ റോഡുകളിലൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ കുറച്ചുകൂടി ഇപ്പോൾ തമിഴ്നാടോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് പുഷ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് റേഞ്ച് കുറയും. നമ്മളിപ്പോൾ പെട്രോൾ ഡീസൽ വണ്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം പുഷ് ചെയ്ത് കഴിയുമ്പം പിന്നെ നമ്മളൊന്ന് നിർത്തി അങ്ങനെ സ്ലോ ആക്കി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ആ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. കാരണം അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ടാവുമല്ലോ നമ്മൾ ഈ ഡീസൽ പെട്രോൾ എന്താണെന്ന് വെച്ചാൽ അടിക്കുമ്പോൾ. ഇലക്ട്രിക് വണ്ടികളുടെ കേസിൽ നമ്മൾ 200-300 കിലോമീറ്റേഴ്സ് പിടിച്ച് പോകുമ്പോൾ ഒരുപാട് കുറച്ച് നേരത്തേക്ക് അങ്ങ് പുഷ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 19 കിലോമീറ്റേഴ്സൊക്കെ പെട്ടെന്ന് കുറയും. അപ്പോൾ നമ്മുടെ ഓവറോൾ റേഞ്ചിനെ അത് വല്ലാണ്ട് ബാധിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം, നമ്മൾ ഒരുപാട് പുഷ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ നല്ല വലിയ ബാറ്ററി പാക്കുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് കിട്ടുന്നൊക്കെ ഒരു 30-40 kWh റേഞ്ചിൽ വരുന്ന വാഹനങ്ങളാണല്ലോ. പിന്നെ ഈ വാഹനത്തിനകത്ത് ആവശ്യത്തിന് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. 10 inches ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. പിന്നെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല്, 7 inches ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, വെന്റിലേറ്റഡ് സീറ്റ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം, 6 എയർ ബാഗ്സ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, അങ്ങനെ പിന്നെ മൾട്ടി ഡ്രൈവ് മോഡ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും വലിയ കുറവൊന്നും ഇതിൻ്റെ അകത്ത് വരുത്തിയിട്ടില്ല. ഇനി പ്രൈസ് ചിലപ്പോൾ ഒരു പ്രശ്നമായിരിക്കും. കാരണം CBU ആയിട്ട് വരുന്നതുകൊണ്ട് ഏകദേശം നമ്മുടെ BYD Atto 3യുടെ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ പ്രൈസ് കിടക്കാൻ പോകുന്നത്. അത്രയും പ്രീമിയം കൊടുത്തി വണ്ടി വാങ്ങണമെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം, പ്രൈസ് ആദ്യം വന്നിട്ട് അതിനെപ്പറ്റി പറയുന്നതായിരിക്കും നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.